നമസ്കാരം. സംസ്ഥാനത്തിനകത്തും പുറത്തുമായി നിരവധി ക്രൈമുകളൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. വളരെയധികം ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളൊക്കെയാണ് പുറത്തു വരുന്നത്. നമുക്ക് ഈ മണിക്കൂറിൽ കുറച്ച് റിപ്പോർട്ടുകളൊക്കെ നോക്കാം. യുവാവ് ഭർത്തൃമതിയായ യുവതിയെ തീ കൊളുത്തിക്കൊന്നതിന്റെ ഞെട്ടലിലാണ് ഇപ്പോൾ ഉരുവച്ചാലിലെ കാരപ്പുറത്ത് ഹൗസിൽ അജീഷിന്റെ ഭാര്യ പ്രവീണയാണ് ഇന്ന് പുലർച്ചെ മരിച്ചത്. ഇരിക്കൂറിന് സമീപം പെരുവളത്തുപറമ്പ് കൂട്ടാവിലെ പട്ടേരി ഹൗസിൽ ജിജേഷാണ് പ്രവീണയെ തീ കൊളുത്തിയത്. ക്ഷേത്രത്തിലെ ശുചീകരണ തൊഴിലാളിയായ ഈ ജിജേഷ് യാതൊരു പ്രശ്നങ്ങളും തന്നെ ഉണ്ടാക്കാത്ത ഒരാളാണെന്നാണ് നാട്ടുകാരൊക്കെ പറയുന്നത്. വളരെ മാന്യമായി ജീവിക്കുന്ന ഈ ജിജേഷ് എങ്ങനെ ഇത് ചെയ്തുവെന്ന നാട്ടുകാർക്ക് ഇപ്പോഴും വിശ്വസിക്കുവാനായിട്ടില്ല. ഈ ക്ഷേത്രത്തിലെ ജോലിക്ക് മുൻപ് ഏറെക്കാലം തെങ്ങൊക്കെ ചെത്തി നടന്ന ഒരു തൊഴിലാളിയായിരുന്നു. ഈ ജിജേഷിന്റെ വീട് കുട്ടാവിലും പ്രവീണയുടെ വീട് അതായത് പ്രവീണയുടെ സ്വന്തം വീട് 2 കിലോമീറ്റർ അകലെ പെരുവളത്ത് പറമ്പിലുമായിരുന്നു. ഇവർ തമ്മിൽ പ്രണയബന്ധമുണ്ടായിരുന്നതായി നാട്ടുകാർക്കോ വീട്ടുകാർക്കോ തന്നെ അറിവൊന്നുമില്ല. ഇവർ ഒരേ സ്കൂളിൽ പഠിച്ചിരുന്നു. അതേസമയം ജിജേഷുമായുള്ള ബന്ധം പ്രവീണ അവസാനിപ്പിച്ചതിന്റെ പ്രതികാരമായാണ് ഈ തീ കൊളുത്ത് കൊലപ്പെടുത്തിയെന്നാണ് ലഭിക്കുന്ന പ്രാഥമികമായ വിവരം. ഈ ജിജേഷ് അവിവാഹിതനാണ്. പ്രവീണയെ ആക്രമിക്കാനുള്ള ശ്രമത്തിനിടെ ജിജേഷിന് പൊള്ളലേറ്റിരുന്നു. ഗുരുതരമായി പൊള്ളലേറ്റ ഇരുവരെയും പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. പക്ഷേ പ്രവീണ പുലർച്ചെയോടെ മരിക്കുകയായിരുന്നു. ഈ പ്രവീണയുടെ ഭർത്താവ് അജീഷ് വിദേശത്താണ്. അജീഷിന്റെ മാതാപിതാക്കളും പ്രവീണയും താമസിക്കുന്ന വാടക വീട്ടിൽ കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് 2:30യോടെയാണ് ഈ ജിജേഷ് എത്തിയത്. വെള്ളം ആവശ്യപ്പെട്ടെത്തിയ ജിജേഷ് ഈ വീടിനുള്ളിലേക്ക് കയറുകയും വീടിന് പുറകിൽ ഉണ്ടായിരുന്ന പ്രവീണയെ കയ്യിൽ കരുതി പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുകയുമായിരുന്നു. പിന്നീട് നിലവിളി കേട്ടെത്തിയ അയൽവാസികളാണ് ഇരുവരെയും പൊള്ളലേറ്റ നിലയിൽ അടുക്കള ഭാഗത്ത് കണ്ടെത്തിയത്. ഈ പ്രവീണ കസേരയിൽ ഇരിക്കുന്ന നിലയിലായിരുന്നു. അതേസമയം ഈ ജിജേഷ് നിലത്ത് വീണ് കിടക്കുന്ന നിലയിലുമായിരുന്നു. കൂടാതെ പ്രവീണയുടെ വസ്ത്രം മുഴുവൻ കത്തിക്കരിഞ്ഞ് പൂർണ്ണമായും പൊള്ളിയ നിലയിലായിരുന്നു. ഈ സമയമാണ് അജീഷിന്റെ അച്ഛൻ വീട്ടിലുണ്ടായിരുന്നു. ജിജേഷിന്റെ അരയ്ക്ക് താഴെ പൊള്ളലേറ്റു എന്നൊക്കെയാണ് പറയുന്നത്. ഈ ജിജേഷിനെതിരെ കഴിഞ്ഞ ദിവസം പോലീസ് വധശ്രമത്തിന് കേസെടുത്തിരുന്നു. തുടർന്നാണ് ഇത്തരത്തിൽ ഇന്ന് പുലർച്ചെയോടെ പ്രവീണയും മരിക്കുന്നത്. മറ്റൊരു വാർത്തയിലേക്ക് പോകാം. ജനവാസ മേഖലയിൽ ആനയുടെ ചവിട്ടേറ്റ് വീട്ടമ്മയ്ക്ക് ദാരുണാന്ത്യം. കിഴക്കേ ചാത്തല്ലൂർ സ്വദേശി കല്യാണിയാണ് മരിച്ചത്. 61 വയസ്സായിരുന്നു. വ്യാഴാഴ്ച രാവിലെ 10:30യോടെയാണ് അപകടമുണ്ടായത്. പ്രദേശത്ത് ആനശല്യമുണ്ട്. അപ്പോൾ വനപാലകർ ആനയെ വനത്തിലേക്ക് കയറ്റാനുള്ള ഒരു ശ്രമത്തിലായിരുന്നു. കല്യാണിയുടെ പേരക്കുട്ടികൾ ഈ സമീപത്തെ പറമ്പിൽ കളിക്കാൻ പോയ സമയത്തായിരുന്നു അപകടമുണ്ടായത്. ഇതിനിടെ ഈ വനപാലകർ തുരത്തിയ ആന കല്യാണി ആക്രമിച്ചതാകാം എന്നാണ് പ്രാഥമിക നിഗമനം. മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലാണ്. വളരെ ദാരുണമായ സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. ഇനി വരാപ്പുഴ കോട്ടുവള്ളിയിൽ വട്ടിപ്പലിശ കെണിയിൽ വീണ് വീട്ടമ്മയായ ആശാബെനി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പലിശക്കാരനായ റിട്ടയർഡ് പോലീസുകാരൻ പ്രദീപ് കുമാറിന്റെയും ബിന്ദുവിന്റെയും മകൾ ദീപയെയും പ്രതി ചേർത്തേക്കുമെന്ന റിപ്പോർട്ട് വരുന്നുണ്ട്. ദീപയ്ക്കെതിരെയും ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തുവാനാണ് ആലോചന. ഇവരെ കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ നിന്ന് അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തിരുന്നു. മുനമ്പം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള 12-അംഗ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. ആശാബെനിയുടെ മരണത്തിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയ പ്രദീപ് കുമാർ, ഭാര്യ ബിന്ദു എന്നിവരൊക്കെ ഇപ്പോഴും ഒളിവിലാണ്. ഇവരെ പിടികൂടുവാനുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കിയെന്നും ഇന്ന് തന്നെ അറസ്റ്റിലായേക്കുമെന്ന സൂചനകളൊക്കെ പോലീസ് പറയുന്നുണ്ട്. ഈ പ്രദീപും ബിന്ദുവും ചേർന്ന് 2022 മുതൽ 10 ലക്ഷത്തോളം രൂപ വട്ടിപ്പലിശയ്ക്ക് ആശയ്ക്ക് നൽകിയിരുന്നുവെന്നാണ് ആത്മഹത്യക്കുറിപ്പിൽ പറയുന്നത്. മുതലും പലിശയും തിരിച്ചടവും ഒക്കെ തിരിച്ചടച്ചിട്ടും 22 ലക്ഷത്തോളം രൂപ വീണ്ടും നൽകണമെന്ന് ഇരുവരും ഭീഷണിപ്പെടുത്തിയതായും കുറിപ്പിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇരുവർക്കുമെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയത്. ഇതിനു പുറമെ ഈ അമിത പലിശ ഈടാക്കി പണം നൽകിയെന്ന് തെളിഞ്ഞാൽ മണി ലെൻഡിംഗ് ആക്ട് വകുപ്പുകൾ കൂടി ഇവർക്കെതിരെ ചുമത്തേണ്ടി വരും. ഏറെ നാടകീയ സംഭവങ്ങൾക്കൊടുവിലാണ് ഈ പ്രദീപിന്റെയും ബിന്ദുവിന്റെയും മകൾ ദീപയെ കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിലെടുത്തത്. രാത്രി 7 മണിയോടെ ദീപയുടെയും ഭർത്താവിന്റെയും സ്ഥാപനത്തിൽ പോലീസ് എത്തിയെങ്കിലും വനിതാ പോലീസ് ഇല്ലാതിരുന്നതുകൊണ്ട് കസ്റ്റഡിയിലെടുക്കാൻ കഴിഞ്ഞില്ല. തുടർന്നാണ് വനിതാ പോലീസുമായി എത്തിയപ്പോൾ ഇവരുടെ അഭിഭാഷകൻ കസ്റ്റഡിയിലെടുക്കുന്നതിനൊക്കെ തടയുകയായിരുന്നു. വാറന്റ് ഇല്ലാതെ സ്ത്രീകളെ രാത്രി കസ്റ്റഡിയിൽ എടുക്കാനാവില്ലെന്ന് അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടി. തുടർന്ന് ഈ മജിസ്ട്രേറ്റിന്റെ വാറന്റുമായി രാത്രി എത്തിയാണ് എതിർപ്പുകൾക്കൊടുവിൽ ദീപയെ കസ്റ്റഡിയിലെടുത്ത് വടക്കൻ പറവൂർ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നത്. മറ്റൊരു വാർത്തയിലേക്ക് പോകാം. പ്രണയാഭ്യർത്ഥന നിരസിച്ച യുവതിയെ കാറ് തടാകത്തിലേക്ക് ഓടിച്ചിറക്കി കൊലപ്പെടുത്തി. സംഭവം ഉണ്ടായിരിക്കുന്നത് കർണാടകയിലാണ്. കർണാടകയിലെ ഹാസൻ ജില്ലയിലെ ചന്ദനഹള്ളിയിലാണ് ഈ ഒരു കൊടും ക്രൂര കൊലപാതകം ഒരു യുവാവ് നടത്തിയിരിക്കുന്നത്. 32 വയസ്സുകാരിയാണ് അതിക്രൂരമായി കൊലപ്പെടുത്തിയത്, ശ്വേത എന്ന യുവതി. സംഭവത്തിൽ ശ്വേതയുടെ മുൻ സഹപ്രവർത്തകൻ കൂടിയായ പ്രതി രവിയാണ് അറസ്റ്റിലായിരിക്കുന്നത്. ഇരുവരും ഒരുമിച്ച് കാറിൽ സഞ്ചരിക്കുകയായിരുന്നു. അതിനിടയിൽ രവി വളരെയധികം പ്രകോപിതനാകുന്നു. തടാകത്തിലേക്ക് കാർ ഓടിച്ചിറക്കുകയായിരുന്നു. രവി നീന്തി രക്ഷപ്പെട്ടു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. യുവതി മുങ്ങി മരിച്ചു.
വർഷങ്ങൾക്ക് മുൻപ് ജോലി സ്ഥലത്ത് വെച്ച് ഇരുവരും പരിചയപ്പെടുന്നുണ്ട്. രവി വിവാഹിതനായ ഒരു വ്യക്തി കൂടിയാണ്. ഭർത്താവിൽ നിന്നും വേർപിരിഞ്ഞ് നിൽക്കുന്ന വ്യക്തിയാണ് ശ്വേത മാതാപിതാക്കൾക്കൊപ്പം താമസിച്ചു വരികയായിരുന്നു. കുറച്ച് മാസങ്ങളായിട്ട് ശ്വേതയോട് രവി ഇത്തരത്തിൽ പ്രണയാഭ്യർത്ഥന നടത്തുന്നുണ്ട്. ശ്വേതയ്ക്ക് വേണ്ടി ഭാര്യയെ ഉപേക്ഷിക്കാൻ തയ്യാറാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ രവി ശ്വേതയോട് പറയുന്നു. പക്ഷേ ശ്വേത ഇതിന് വഴങ്ങിയില്ല. ഇതിൽ പ്രകോപിതനായിട്ടാണ് രവി ഇത്തരത്തിലൊരു കൊടും ക്രൂരത ശ്വേതയോട് ചെയ്തത്. ശ്വേതയെ സംസാരിക്കാനായി വിളിപ്പിച്ച് വരുത്തിയ ശേഷം ഇരുവരും കാറിൽ ഒരുമിച്ച് പോവുകയായിരുന്നു. ചിലപ്പോൾ കാറിനുള്ളിൽ ഇരുന്ന് ഈ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടാകാം. അതിനിടയിൽ ചന്ദനഹള്ളി തടാകത്തിലേക്ക് രവി കാർ ഓടിച്ചിറക്കുകയായിരുന്നു. കാർ തടാകത്തിൽ വീണതിന് പിന്നാലെ രവി നീന്തി രക്ഷപ്പെട്ടു. പക്ഷേ ശ്വേത മുങ്ങി മരിച്ചു. ചോദ്യം ചെയ്യലിൽ കാർ നിയന്ത്രണം വിട്ട് തടാകത്തിൽ വീണതാണ്, താൻ നീന്തി രക്ഷപ്പെട്ടു എന്നാണ് ഇയാൾ പറയുന്നത്. പക്ഷേ ശ്വേതയ്ക്ക് നീന്താൻ അറിയില്ല, തനിക്ക് നീന്താൻ അറിയാമെന്നതുകൊണ്ടാണ് താൻ രക്ഷപ്പെട്ടതെന്നായിരുന്നു രവി പോലീസിനോട് പറഞ്ഞത്. എന്നാൽ ശ്വേതയുടെ കുടുംബത്തിന്റെ പരാതിയിൽ അടിസ്ഥാനത്തിൽ രവിക്കെതിരെ പോലീസ് കൊലപാതക കുറ്റം ചുമത്തി കേസെടുക്കുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു. ഇതിനെ ഡൽഹിയിലെ മൈതാൻഗയിൽ മധ്യവയസ്കരായ ദമ്പതികളുടെയും അവരുടെ 24 വയസ്സുള്ള മകനെയും വീടിനുള്ളിൽ മരിച്ചതായി കണ്ടെത്തിയിരിക്കുകയാണ്. ഈ സംഭവത്തിന് പിന്നാലെ ദമ്പതികളുടെ ഇളയ മകനെ കാണാതായിട്ടുണ്ട്. വീട്ടിൽ നിന്ന് ദുർഗന്ധം വമിക്കുന്നത് കണ്ട് ഈ അയൽക്കാരൊക്കെ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഈ മരണവിവരം പുറത്തറിയുന്നത്. പോലീസ് വീട്ടിലെത്തുമ്പോൾ ഈ അച്ഛൻ പ്രേംസിംഗും 24 വയസ്സുള്ള മകൻ ഋതികും ഇവരുടെ ചോരയെ കുളിച്ചുള്ള മൃതദേഹമാണ് പോലീസ് ആദ്യം കണ്ടെടുത്തത്. പിന്നീട് വീടിന്റെ 1ാം നിലയിലാണ് ഇവരുടെ അതായത് ഭാര്യ പ്രേംസിംഗിന്റെ ഭാര്യ വായ് മൂടിക്കെട്ടിയ നിലയിൽ മരിച്ച നിലയിൽ 2ാമത്തെ നിലയിൽ കണ്ടെത്തുന്നത്. ഈ ദമ്പതികളുടെ കാണാതായ ഇളയ മകൻ സിദ്ധാർത്ഥന് മാനസിക പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഇയാൾ ചികിത്സയിലായിരുന്നതായി പ്രദേശവാസികൾ പറയുന്നു. പക്ഷെ ഇയാൾ കള്ളിനും കഞ്ചാവിനും ഒക്കെ അടിമയായിരുന്നു. കൂടാതെ സുഹൃത്തുക്കൾക്കൊപ്പം ചേർന്ന് സിഗരറ്റ് വലിക്കുക, അങ്ങനെ അത്തരത്തിലുള്ള പല കാര്യങ്ങളും ഇയാൾ ചെയ്തിരുന്നു. ഇതിനെ തുടർന്നൊക്കെ ഇവർ തമ്മിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. തുടർന്നാണ് ഇക്കഴിഞ്ഞ 12 വർഷമായി ചികിത്സയിലായിരുന്ന സിദ്ധാർത്ഥ് ഇത്തരത്തിലൊരു കൊടും ക്രൂര കൊലപാതകം ചെയ്യുന്നത്. ഇയാളുടെ വീട്ടിൽ നിന്ന് ഇയാളുടെ ചികിത്സയിലായിരുന്ന രേഖകളും മരുന്നുകളും ഒക്കെ കണ്ടെടുത്തിട്ടുണ്ട്. ഇയാളുടേത് ഒരു ആക്രമണം, അതായത് ഏത് നിമിഷവും ആക്രമിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു പെരുമാറ്റമൊക്കെയായിരുന്നു ഇയാളുടേത്. ഈ മാതാപിതാക്കളെയും സഹോദരനെയും കത്തികൊണ്ട് കുത്തിയും ഇഷ്ടികയും കല്ലും ഒക്കെ ഉപയോഗിച്ചും അടിച്ചുമാണ് ഇയാൾ കൊലപ്പെടുത്തിയതെന്നാണ് പോലീസ് പറയുന്നത്. കൂടാതെ ഇയാളിനി ഇവിടെ താമസിക്കില്ലെന്നും ഞാൻ എൻ്റെ കുടുംബത്തെ മുഴുവൻ കൊലപ്പെടുത്തിയെന്നും ഈ പ്രദേശത്തുള്ള ഒരു യുവാവിനോട് ഇയാൾ പറഞ്ഞിരുന്നു. തുടർന്ന് ഇയാൾ ഇവിടെ നിന്നും രക്ഷപ്പെടുകയായിരുന്നു. ഈ കൊല്ലപ്പെട്ട പ്രേംസിംഗ്, അതായത് ഇവരുടെ പിതാവ്, ഒരു മദ്യപാനിയാണ് എന്നാണ് ഈ നാട്ടുകാരൊക്കെ പറയുന്നത്. അപ്പോൾ കൂടാതെ ഇനി ഇയാളെ കണ്ടെത്തുവാനുള്ള ശ്രമത്തിലേക്കാണ് പോലീസ് പോകുന്നത്. കാരണം ഇയാൾ മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ അടിമയാണ്, മാനസിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ടും വളരെ ക്രൂരമായി തന്നെ ഇത്തരത്തിൽ ഈ ഒരു കുടുംബത്തെ മുഴുവൻ അയാൾ ഇല്ലാതാക്കി. തീർച്ചയായിട്ടും ഇയാൾക്കായിട്ടുള്ള ഒരു തിരച്ചിലൊക്കെ പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. മറ്റൊരു വാർത്തയിലേക്ക്, മറ്റൊരാൾക്കൊപ്പം പോവുകയാണെന്ന് മെസ്സേജ് അയച്ച ശേഷം കാണാതായ 30കാരി. എല്ലാവരും കരുതി അവർ ആർക്കൊപ്പമോ പോയി, ഭർത്താവിനെ ഉപേക്ഷിച്ച് ഒരു പുരുഷനൊപ്പം പോയി എന്ന് കരുതി. പക്ഷെ പിന്നീട് കണ്ടെത്തിയത് സ്വന്തം ഭർത്താവ് അവരെ കൊലപ്പെടുത്തി. അതിനുശേഷം ഭർത്താവ് തന്നെയാണ് അവർ മറ്റൊരാൾക്കൊപ്പം ഒളിച്ചോടി പോയി എന്ന ഒരു നാടകം സൃഷ്ടിച്ചത്. സംഭവത്തിൽ ഇവിടെ ഭർത്താവിനെയും അതുപോലെ തന്നെ സുഹൃത്തുക്കളെയും ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തു. ഒരു ദൃശ്യ മോഡൽ കൊലപാതകമാണ് സംഭവിച്ചിരിക്കുന്നത്. ഒളിച്ചോടി എന്ന് മറ്റുള്ളവരെ വിശ്വസിപ്പിച്ച ഇയാൾ ഭാര്യയെ കൊലപ്പെടുത്തി ശ്മശാനത്തിൽ കുഴിച്ചിടുകയായിരുന്നു. കേസിൽ വഴിത്തിരിവായത് CCTV ദൃശ്യങ്ങളാണ്. UP സ്വദേശിയായ ഷബാദ് അലി എന്ന 47കാരനാണ് ഈ ക്രൂരകൃത്യം ചെയ്തിരിക്കുന്നത്. ഇയാളുടെ ഭാര്യ ഫാത്തിമയാണ് കൊല്ലപ്പെട്ടത്. ഡൽഹിയിലെ മെഹ്റോളി മേഖലയിലായിരുന്നു ഇവർ താമസിച്ചിരുന്നത്. ഭാര്യയ്ക്ക് മറ്റൊരു ബന്ധമുണ്ടോ എന്ന സംശയമാണ് ഇയാളെ ഈ കൊടും ക്രൂരതകൾ ചെയ്യിപ്പിച്ചത്. പെയിന്റിംഗ് ജോലിക്കാരനാണ് ഈ വ്യക്തി. എന്തായാലും ഒരു സംശയരോഗമൊക്കെ ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. ഫാത്തിമയെ കൊലപ്പെടുത്താൻ പദ്ധതിയിട്ട ഷബാദ് അലി ഇവരെ കൊണ്ട് കളനാശിനി കുടിപ്പിക്കുകയും തുടർച്ചയായി 5 ദിവസം ഉറക്ക ഗുളികകൾ നൽകുകയും ചെയ്തു. ഈ ഫാത്തിമ മരിച്ചെന്ന് ഉറപ്പാക്കി ഇയാൾ സുഹൃത്തുക്കളായ ഷാറുഖ് ഖാൻ അതുപോലെ തന്നെ തൻവീർ തുടങ്ങിയവരുടെ സഹായത്തോടെയാണ് മൃതദേഹം അടുത്തുള്ള ശ്മശാനത്തിൽ കുഴിച്ചിട്ടത്. പിന്നീട് വസ്ത്രങ്ങൾ കനാലിൽ ഉപേക്ഷിക്കുകയും ചെയ്തു. ഈ സ്വദേശമായ UPയിലെ അമ്രോഹയിലേക്ക് തിരികെ പോകും മുമ്പ് ഇയാൾ ഫാത്തിമയുടെ ഫോണിൽ നിന്നുമാണ് സ്വന്തം ഫോണിലേക്ക് മെസ്സേജ് അയച്ചത്. അതായത് താൻ മറ്റൊരാൾക്കൊപ്പം ഒളിച്ചോടുകയാണ് എന്ന് പറഞ്ഞായിരുന്നു ആ സന്ദേശം. എന്നിട്ട് ഇയാൾ ഈ സന്ദേശം അവൾ അയച്ച സന്ദേശമാണ് എന്ന് പറഞ്ഞ് ബന്ധുക്കളെയൊക്കെ വിശ്വസിപ്പിക്കായിരുന്നു.
ഫാത്തിമയെ കാണാതായതോടെ ഡൽഹിയിലെ ഇവരുടെ ഒരു സുഹൃത്ത് പോലീസിൽ അറിയിച്ചു. ആരെങ്കിലും തട്ടിക്കൊണ്ടു പോയതാകാമെന്ന സംശയമായിരുന്നു അവർ മുന്നോട്ട് വെച്ചത്. തുടർന്ന് പോലീസ് അന്വേഷണം വരുന്നു. CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുന്നു. അപ്പോഴാണ് ഫാത്തിമയെ ഭർത്താവ് സുഹൃത്തുക്കളും പുറത്തേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ കണ്ടത്. ഈ കൊണ്ടുപോകുന്ന സമയത്ത് ഫാത്തിമ അബോധ അവസ്ഥയിലാണെന്ന് കണ്ടെത്തി. തുടർന്ന് ഷബാദ് അലിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നു. എല്ലാ സത്യങ്ങളും അയാൾ തന്നെ പറയുന്നു. വളരെ വലിയൊരു ക്രൂര കൊലപാതകമാണ് സംഭവിച്ചത്.